أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه الفائزين برضا الله وما بعد. وما توفيقي إلا بالله عليه توكلت وإليه أنيب ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും ആശയം പറയുന്നവരുടെയും ഹലാലായ ഉദ്ദേശങ്ങളെ പൂർത്തീകരിച്ചു തരട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, മാറാവ്യാധികളിൽ നിന്ന്, ക്ഷമിക്കാൻ സഹിക്കാൻ കഴിയാത്ത മുസീബത്തുകൾ, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും അഹലുകാരെയും ദുആ ചെയ്യാൻ പറയുന്നവരെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ. മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ എല്ലാ നിലയിലും എല്ലാ അർത്ഥത്തിലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബഹുമാനപ്പെട്ടവർക്ക് മതിയായ സംരക്ഷണം നൽകിയിരുന്നു എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചു, മദീനയിലേക്ക് പലായനം ചെയ്യുന്ന സന്ദർഭത്തിൽ വീട്ടിൽ നിന്നും ഇറങ്ങുന്നത് മുതൽക്ക് മദീനയിൽ എത്തുന്നത് വരെ, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും 3 പകലും 3 രാത്രിയിലും സൗർഗുഹയിൽ താമസിച്ച സന്ദർഭത്തിൽ അവർക്ക് ലഭ്യമായ സംരക്ഷണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തു. അതുപോലെ എല്ലാ സമയത്തും എല്ലാ സന്ദർഭത്തിലും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മതിയായ നിലക്കുള്ള സഹായങ്ങൾ നൽകി, സംരക്ഷണം നൽകി, സലാമത്ത് നൽകി എന്നൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് ചെറിയ ചെറിയ വസ്തുക്കളെ കൊണ്ടാണ് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല നിയന്ത്രണം നൽകിയത്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു അത് വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്നുണ്ട്. വികായത്തുല്ലാഹി അഗ്നത് അൻ മുലാഹഫതി മിനദ് ദുറൂഇ വഅൻ ആലിം മിനൽ മുത്തവി. വികായത്തുല്ലാഹി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ പ്രതിരോധം, അല്ലാഹുവിന്റെ സംരക്ഷണം അല്ലെങ്കിൽ അല്ലാഹുവിന്റെ കാവൽ. അൻ മുലാഹഫതി, ദുർബല ശക്തികളാകുന്ന ചിലന്തിയിലൂടെയും പ്രാവിലൂടെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏർപ്പെടുത്തിയ പ്രതിരോധം. അഗ്നത് മിനദ് ദുറൂഇ വഅൻ ആലിം മിനൽ മുത്തവി, ഗംഭീര ശക്തികളാകുന്ന ആയുധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ആയുധങ്ങളെ തൊട്ടും വലിയ കോട്ടവത്തളങ്ങളെ തൊട്ടുമൊക്കെ ആവശ്യമില്ലാത്ത വിധം ദുർബല ശക്തികളാകുന്ന ചിലന്തികളിലൂടെയും പ്രാവുകളിലൂടെയും ഒക്കെ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംരക്ഷണം ഏർപ്പെടുത്തി കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അത് നടത്താൻ കഴിയാതെ വന്നപ്പോൾ പിന്നെ പിടികൂടാൻ ഇറങ്ങി പുറപ്പെട്ടതായിരിക്കുന്ന ആളുകൾ എല്ലാ ശക്തിയിലും സന്നാഹത്തിലുമായിരുന്നല്ലോ അവരൊക്കെ ഇറങ്ങി പുറപ്പെട്ടിരുന്നത്.
അവരോട് യഥാർത്ഥത്തിൽ പ്രതിരോധം തീർക്കണമെന്നുണ്ടെങ്കിൽ, അവരോട് നേരിടണമെന്നുണ്ടെങ്കിൽ ആയുധപ്പുര നിറയെ ആയുധങ്ങൾ വേണം. വലിയ വലിയ കോട്ടകൾ കെട്ടേണ്ടി വരണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത രൂപത്തിൽ സത്യനിഷേധികളെ കൊച്ചാക്കുന്ന രൂപത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ചിലന്തി തന്നെ മതി. നിഷേധികളെ കൊച്ചാക്കുകയാണ്. അവിടെ തോക്കെടുക്കേണ്ട ആവശ്യമില്ല, വാളെടുക്കേണ്ട ആവശ്യമില്ല, കോട്ടകൾ തീർക്കേണ്ട ആവശ്യമില്ല, കിടങ്ങുകൾ നിർമ്മിക്കേണ്ട കാര്യമില്ല. ദുർബല ശക്തികളാകുന്ന ചിലന്തിയിലൂടെയും പ്രാവിലൂടെയും വലിയ വലിയ ആയുധപ്പരകളുടെ ആവശ്യമില്ലാത്ത വിധം, കോട്ടകൊത്തലങ്ങളെ തീർക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിരോധം ശ്രദ്ധിച്ചു, സംരക്ഷണം നൽകി എന്ന് വളരെ മനോഹരമായി ഹൃദയിൽ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അത് ആവിഷ്കരിക്കുകയാണ്. എല്ലാ നിലക്കുള്ള സംരക്ഷണവും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു. സംഘം ചേർന്ന് ആക്രമിക്കാൻ വരികയാണെങ്കിൽ ആ സംഘത്തിൽ നിന്നുള്ള സംരക്ഷണം കൊടുത്തു. ഇനി ഒറ്റയായിക്കൊണ്ട് ആരെങ്കിലും വരികയാണെങ്കിൽ അതിൽ നിന്നുള്ള സംരക്ഷണം കൊടുത്തു. എല്ലാ നിലക്കുള്ള സഹായങ്ങളും കൊടുത്തു. ഹബീബാണ്. ഖലീൽ എന്ന് പറയുന്നത് പോലെയല്ല, കലീമുല്ലാഹി എന്ന് പറയുന്നത് പോലെയല്ല. ഹബീബ് എന്നുള്ള പ്രയോഗത്തിന് വലിയ പ്രത്യേകതയാണ്. ആ ഒരു വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമേ അല്ലാഹു തആല കൊടുത്തിട്ടുള്ളൂ. അത് യഥാർത്ഥത്തിൽ ഇനി ഉമ്മത്തിന് ബോധ്യപ്പെടുക ഖിയാമത്ത് നാളിലാണ്. കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് നേരിട്ട് അല്ലാഹുവിനോട് ഇടപെടാൻ പറ്റാത്തൊരു സമയം വരുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖലീലാവുന്ന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നേരിട്ട് ഇടപെടാൻ പറ്റാത്ത ചില സന്ദർഭങ്ങൾ വരാനുണ്ട്. ശൈഖുൽ അംബിയ നൂഹ് അലൈഹിസ്സലാമിന് നേരിട്ട് ഇടപെടാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ മഹ്ശറിൽ വരാനുണ്ട്. എല്ലാവരും നബി തങ്ങളെ ഇടയിൽ നിർത്തിക്കൊണ്ടേ ബന്ധപ്പെടുള്ളൂ. എന്നാൽ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ. അതിന്റെ ഇടയിൽ മൂസാ നബി വേണ്ട, ഇബ്രാഹിം നബി വേണ്ട, ഹൂദ് നബി വേണ്ട, നൂഹ് നബി വേണ്ട, ഇസ്മായിൽ നബി വേണ്ട, ഒരാളും വേണ്ട. നേർക്ക് നേരെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം, ഉമ്മത്തിന്റെ രക്ഷാകവചം തീർക്കുന്ന, ഒന്നിരിക്കൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് ശഫാഅത്തുൽ ഉദ്മ എന്ന് പറയപ്പെടുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഒരു സമയം മഹ്ശറ ലോകത്ത് വരാനുണ്ട്. അല്ലാഹു അതിൽ സാദുക്കളും ബാബികളുമായി നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് അതൊരു വലിയ സ്റ്റേജാണ്. അതൊന്നും യഥാർത്ഥത്തിൽ നമുക്ക് വിശദീകരിക്കുവാനോ വർണ്ണിക്കുവാനോ കഴിയുകയില്ല. അതിനോളം വളർന്ന് പന്തലിച്ച് വികസിച്ച് നിൽക്കുന്ന വലിയ വിശേഷണങ്ങളാണ് അതൊക്കെ. ഒറ്റയായി കൊണ്ടുവന്നാലും സംഘം ചേർന്ന് വന്നാലും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എല്ലാ സംരക്ഷണം കൊടുത്ത് നമുക്കറിയാം. മക്ക ഫത്ഹായ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ കഅബാലയം തവാഫ് ചെയ്യുന്ന ഒരു സമയം കുറെ ആളുകൾ ഇസ്ലാമിലേക്ക് ഇങ്ങനെ സംഘം ഒറ്റയ്ക്കൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂർ കൊണ്ട് തന്നെ 10,000-ൽ ചില്ലാനും ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു എന്ന് സീറയിൽ കാണാം. ആളുകൾ ഇങ്ങനെ ഒഴുകുകയാണ്. മത്താഫിൽ വെച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മടങ്ങുകയാണ്. ന്യൂനപക്ഷം വരുന്ന ശത്രുക്കൾ അഭയം തേടി രക്ഷ പ്രാപിച്ചുകൊണ്ട് പല ഭാഗത്തേക്കും ചിതറി ഒടിച്ചു ഓടിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളും വലിയ സംഭവങ്ങളാണ് അതൊക്കെ. വിശുദ്ധ കഅബാലയം ആ സമയത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫുദാലത്ത് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ആദ്യം ഇസ്ലാമിലേക്ക് വരുന്നതിന് അദ്ദേഹം ജൂതനായിരുന്നു. റസൂലുള്ളാഹി അലൈഹി വസല്ലം വധിക്കാൻ അവസരം കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വിശുദ്ധ കഅബാലയം ഒറ്റക്ക് തവാഫ് ചെയ്യുന്നത് കാണുന്നത്. റസൂലുള്ളാഹി അലൈഹി വസല്ലം വധിക്കാൻ പറ്റിയ അവസരമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സൂദയുടെ അടുക്കലേക്ക് ഇങ്ങനെ വരികയാണ്. ഫുദാലനെ കണ്ടപാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രദ്ധാപൂർവം വീക്ഷിച്ചുകൊണ്ട് ഫുദാലനോട് ചോദിച്ചു, അന്ത ഫുദാല, ഫുദാലല്ലേ, നീ ഫുദാലയല്ലേ എന്ന് ചോദിച്ചു. നേരത്തെ നേരം ഇങ്ങനെ വരും, ആരുമില്ല മൊത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവാഫ് ചെയ്യുമ്പോൾ ആയുധമൊന്നുമില്ലല്ലോ, തവാഫ് ചെയ്യല്ലേ. ഫുദാല അവസരവും കാത്തു പ്രതീക്ഷിച്ച് ഇങ്ങനെ നേർക്ക് നേരെ വന്നപ്പോൾ ശ്രദ്ധാപൂർവം അവരെ നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, നീ ഫുദാലയല്ലേ? ഞാൻ യാ റസൂലല്ലാഹ്
എന്താ നിന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. മനസ്സിലുള്ളത് റസൂലുള്ളാഹി തങ്ങൾ തിരിച്ചറിഞ്ഞു. കൊല്ലണം, വധിക്കണം എന്നുള്ള ചിന്തയാണ് മനസ്സിലുള്ളത്. എന്താ നിന്റെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല നബിയെ, ഞാൻ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബഡായി കണ്ടപ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ്. എന്നെ കൊല്ലാമെന്നല്ലേ ചോദിച്ചില്ല. എന്നെ കൊല്ലാൻ തക്കം പാർത്ത് നടക്കല്ലായിരുന്നോ ചോദിച്ചില്ല. മത്താഫിൽ സത്യത്തിൽ വന്ന് എന്നെ വധിക്കാനല്ലേ ചോദിച്ചില്ല. നബിയെ, ഞാൻ എന്റെ അല്ലാഹുവിന്റെ ദിക്റിൽ എന്റെ നാവ് മന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ ഒരു ബഡായി കേട്ട റസൂലുള്ളാഹി പറഞ്ഞു, പുഞ്ചിരിച്ചുകൊണ്ട് മുഖത്തേക്ക് നോക്കിയിട്ട് ശത്രുവിന്റെ അസ്തഗ്ഫിറുല്ലാഹ്. പിന്നീട് മുതാല പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വലത്തെ കൈ എന്റെ നെഞ്ചിന്റെ മുകളിൽ വെച്ചു. കൊല്ലാൻ വന്ന ഒരു ശത്രുവിന്റെ നെഞ്ചത്ത് റസൂലുള്ളാഹി കൈ ഇങ്ങനെ വെച്ചു കൊടുത്തു. ആ കൈ വെക്കലോടുകൂടെ എന്റെ ഹൃദയത്തിന് ഇങ്ങനെ ശാന്തത വന്നു. മുസ്തഫ നബി കുറച്ചു നേരം കൈ ഇങ്ങനെ വെച്ചിട്ട് കൈ ഇങ്ങനെ വലിച്ചു കൊടുത്തു. നബിയുടെ കൈ വലിച്ചപ്പോഴേക്കും അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ എനിക്ക് ഏറ്റവും പ്രിയങ്കരനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറി എന്ന് ഫുദാല പറഞ്ഞു. നമ്പർ 1 മുസ്ലിമായി. പോകണം, വീട്ടിൽ പോകണം. പോകുന്ന വഴിയിൽ ഒരു തേപിടിച്ച് പെണ്ണുണ്ടായിരുന്നു, ഒരു വേശ്യയായിരിക്കുന്ന പെണ്ണ്. ഇസ്ലാമിലേക്ക് ഫുദാല വരുന്നതിന് മുമ്പ് അവളുടെ വീട്ടിൽ കയറിയിരിക്കാറുണ്ട്, ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കാറുണ്ട്, പല തമാശകളും സ്വകാര്യങ്ങളൊക്കെ പങ്കിടുകയും ചെയ്യാറുണ്ട്. ഫുദാല അവിടെ വീടിന്റെ മുന്നിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഫുദാല വരൂ, സാധാരണ വിളിക്കേണ്ട ആവശ്യമില്ലാത്ത ഫുദാല അങ്ങോട്ട് കയറി ചെല്ലാറുണ്ട്. ഫുദാല തലയും താഴ്ത്തി ഇവിടെ കുടിലിന്റെ മുന്നിലൂടെ തന്റെ വീട് ലക്ഷ്യം വെച്ച് പോകുന്ന സന്ദർഭത്തിൽ ഫുദാല വിളിച്ചു, ഫുദാല വരൂ. ഇല്ല ഇല്ല, അല്ലാഹുവിന്റെ റസൂലും അള്ളയും ഇനി ഞാനും നീയും തനിച്ചിരിക്കൽ വിലക്കിയിരിക്കുന്നു, ഇനി പാടില്ല. എത്ര പെട്ടെന്നാണ് മനസാന്തരങ്ങൾ സംഭവിച്ചത്. സുന്ദരിയും പ്രമാണിയുമായിരിക്കുന്ന ഒരു കുടുംബത്തിലെ പെണ്ണുമായി സല്ലപിച്ചിരിക്കുന്നത് പ്രിയം കണ്ടിരുന്ന, മദ്യപിച്ചിരുകൊണ്ട് പ്രിയം കണ്ടിരുന്ന ഫുദാലയുടെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ശറഫാക്കപ്പെട്ട കൈ നെഞ്ചത്ത് തട്ടിയപ്പോൾ കുളിര് പകരുകയും ഇസ്ലാമിന്റെ ശാഖല തീരത്തിലേക്ക് ഫുദാല കടന്നു വരികയും ഒരു പെണ്ണിനെ നോക്കലും സംസാരിച്ചൊരിക്കലും ഒറ്റക്കിരിക്കലും ഹറാമാണെന്ന് പറയുന്നിടത്തേക്ക് ആത്മീയ ബന്ധം വളരുകയും ചെയ്തു. ഇല്ല പെണ്ണേ, ഇല്ല. പഴയ പോലെ എന്നെ നീ കാണുവാനോ സമീപിക്കാനോ പാടില്ല. ഇനി മുതൽ ഞാനും നീയും ഒറ്റക്കിരിക്കൽ അള്ളയും റസൂലും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് മതിയാക്കിയിരിക്കുന്നു. എന്നിട്ട് മക്കാ ഫത്ഹിന്റെ അത്ഭുതകരമായ സംഭവങ്ങൾ കുറഞ്ഞ വാക്കുകളിലൂടെ ഫുദാല പെണ്ണിനെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. പെണ്ണെ, നിനക്കറിയോ, ആ വ്യക്തി അവിടെ വരുന്ന സന്ദർഭത്തിൽ ന്യൂനപക്ഷം പൊളിച്ചുകൂടുകയായിരുന്നു. വീടുകളിൽ കയറിയിരിക്കുന്നവർക്ക് അഭയം നൽകുന്നു എന്ന വിളിയാളം പറയുകയാണ്. എല്ലാവരും സുരക്ഷിതർ, എല്ലാവർക്കും നിർഭയത്വം. ആ മനുഷ്യന്റെ സമീപത്ത് വന്നിട്ട് 10,000-കണക്കിന് ആളുകൾ സ്വമേധയാ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് കൈ പിടിച്ച് ബൈഅത്ത് ചെയ്ത് മടങ്ങിപ്പോകുന്ന അത്ഭുതകരമായ രംഗം കണ്ടാൽ പെണ്ണെ, മനസ്സിലേക്ക് പിന്നെ മറ്റൊരു ചിന്തകളും കടന്നു വരുകയില്ല എന്ന് പറഞ്ഞ് ഹ്രസ്വമായ വാക്കുകളിലൂടെ ആ പെണ്ണിന് മക്കാ ഫത്ഹിന്റെ അത്ഭുതകരമായിരിക്കുന്ന സംഭവങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നമ്പർ 1 മുസ്ലിമായി, മുസ്ലിങ്ങളിൽ പ്രശസ്തനായി കൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ അവിടെ നിന്ന് പോകുന്നത്. ഞാൻ ഓർമ്മപ്പെടുത്തിയത്, സംഘം ചേർന്ന് വരുന്ന ശത്രുക്കളിൽ നിന്നും ഒറ്റക്ക് വരുന്ന ശത്രുക്കളിൽ നിന്നും പരിപൂർണ സംരക്ഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തു എന്നുള്ളതാണ്. ഇനി സ്വന്തം സംരക്ഷണം കിട്ടുന്നതോടുകൂടെ മറ്റുള്ളവർക്ക് ശത്രുക്കളിൽ നിന്ന് നിർഭയത്തുണ്ടാകുവാനും സംരക്ഷണം കൊടുക്കാൻ ആവശ്യമായ മാർഗങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലേ? നിങ്ങൾ നോക്കൂ, മക്കയിൽ വരുന്ന വിദേശികൾ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി മക്കയിൽ ഒരു പ്രതിരോധ സംഘം പ്രവർത്തിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. മക്ക
മക്കയിലേക്ക് പുറത്തുനിന്ന് വരുന്ന വിദേശികളെ മക്കയിൽ വെച്ച് ആക്രമിക്കപ്പെടാതിരിക്കാൻ ഒരു പ്രതിരോധ സംഘം ഉണ്ടാക്കിയിരുന്നു. ആ സംഘത്തിന്റെ തലവനായിരുന്നു, പ്രസിഡന്റായിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇതിന്റെ പേര്? ഹിൽഫുൽ ഫുദൂൽ എന്നായിരുന്നു ആ പ്രതിരോധ സംഘത്തിന്റെ പേര്. ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്ന പ്രതിരോധ സംഘത്തിന്റെ വാക്താവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാണ്. നമ്മളെ നാട്ടിൽ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ നമ്മളെ നാട്ടുകാരോട് ആക്രമിക്കപ്പെടാൻ പാടില്ലല്ലോ. അത് അന്തസ് കുറവല്ലേ, മാന്യത കുറവല്ലേ? അതിലും വലിയ വിഷമത്തരം എന്താ? നമ്മളെ നാട്ടിൽ ഒരു ടീം പന്തളിക്കാൻ വന്നാൽ ഇവിടുത്തെ ടച്ച് വലിപ്പിടുക. എത്ര വൃത്തികെട്ട പരിപാടിയാണത്, എത്ര മാനം കിടന്ന പരിപാടിയാണ്. ഇതെല്ലാം ഇപ്പൊ ലോകത്ത് നടക്കുന്നത്. ഒരു നാട്ടിൽ ഫുട്ബോൾ കളിക്കാൻ പോയാൽ അവിടുത്തെ ഈ നാട്ടുകാർ വലിപ്പിടുക, കൊടുക്കുന്ന കൊടുത്തവരെ അവിടെ വലിപ്പിടുക. ഇതാണല്ലോ രാജ്യത്ത് നടക്കുന്നത്. ഇതൊന്നും പാടില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിലെ പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിന്റെ അപമാനങ്ങളാണ്, ഇസ്സത്തുകൾ തകർന്നു പോവുകയാണ്. എവിടെയും ഏത് സമയത്തും അങ്ങനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആഘോഷത്തിന്റെ പേരിലാണ്, തിമർത്താടുന്നതിന്റെ പേരിലാണ് ഒച്ചപ്പാടുകളും കലഹങ്ങളും കലമ്പുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പാടില്ല എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സംരക്ഷണം കിട്ടി, മറ്റുള്ളവർക്ക് സംരക്ഷണം കിട്ടുന്ന മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെപ്പോൾ നമുക്ക് സംരക്ഷണം കിട്ടുകയും ചെയ്തു. ഇമാം ഹുസൂരി റളിയല്ലാഹു അൻഹു നന്നായി മനസ്സിലാക്കുകയും അത് ബഹുമാനപ്പെട്ടവർ അവതരിപ്പിക്കുകയും ചെയ്തില്ലേ? മാസാമനി ദഹ്റു ലൈമൻ വസ്തജർതു ബിഹി ഇല്ലാ വനിൽ തുജിബാഹം മിൻഹു ലം യുളമി മൗലായ സ്വല്ലി വസല്ലം. എന്താണ് എഴുതി വെച്ച വാക്കിന്റെ ആത്മക? രക്ഷ തേടിയ സമയത്തെല്ലാം അവഗണിക്കാൻ പറ്റാത്ത രക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആരിലൂടെ? മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. ഞാൻ ചൊല്ലിയ ബൈത്തിന്റെ, നിങ്ങൾ ഏറ്റു ചൊല്ലിയ ജവാബിന്റെ ആ ബൈത്തിന്റെ ആകത്തുക സാരം തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നിർണായകമായ അതിസങ്കീർണമായ ഘട്ടങ്ങളിലൊക്കെ സഹായം തേടിയോ രക്ഷ തേടിയോ അവഗണിക്കാൻ പറ്റാത്ത രക്ഷയും സഹായം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടും, നമുക്കും കിട്ടും, പൂർവികർക്ക് കിട്ടിയിട്ടുണ്ട്, സ്വഹാബത്തിന് കിട്ടിയിട്ടുണ്ട്, താബീഉകൾ ഏത് സമയത്തും എവിടെ വെച്ചു. അത് കിട്ടാൻ മാത്രം നമ്മുടെ ബന്ധവും സ്നേഹവും ആ മാതൃകയിലൂടെയുള്ള നമ്മുടെ കടന്നുപോക്കുമൊക്കെ അതിശക്തമായി കിട്ടുമ്പോഴാണ് ആ പ്രത്യേകമായിരിക്കുന്ന പദവിയിലേക്കൊക്കെ വരാൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ളതാണ്. ഇമാം മുസ്ലിം തങ്ങൾ ധരിക്കുന്ന ഒരു വിഷയം റളിയല്ലാഹു പറയുകയാണ്, കുന്നാ വല്ലാഹി ദമറൽ ബുസു നത്തഖി ബിഹി. അള്ളയാണ് സത്യം. യുദ്ധം ചഞ്ചായമണിഞ്ഞാൽ എന്ന് പറഞ്ഞത് ശക്തി പ്രാപിച്ചാൽ മുത്തനബിയെ കൊണ്ട് ഞങ്ങൾ സുരക്ഷ തേടാറുണ്ടായിരുന്നു എന്ന് നബിയേ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാറുണ്ട്. യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോ കയ്യിന്ന് പിടുത്തം കൂടാണെന്ന് കണ്ടാൽ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കാറുണ്ടായിരുന്നു. വാ മുഹമ്മദാ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. നബിയേ എന്ന് വിളിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സുരക്ഷയും സംരക്ഷണവും സഹായവും കിട്ടുകയും ചെയ്തിരുന്നു എന്ന് സഹാബത്ത് നന്നായി പഠിച്ചു, നന്നായി മനസ്സിലാക്കി. പ്രതിസന്ധികളിൽ, നിർണായക ഘട്ടങ്ങളിൽ നിമിത്തങ്ങൾ അനുയായികളുടെ കൂടെ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞ സ്വഹാബികൾ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന സമയത്ത് സുരക്ഷത്തെ തേടി വിളിച്ചു, സഹായത്തിന് തേടി വിളിച്ചു, സഹായം കൊടുക്കുകയും ചെയ്തില്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്തു സുമറിൽ പറയുകയാണ്, വല്ലദീ ജാഅ ബിസ്സദ്ഖി, സത്യപ്രസ്ഥാനവുമായി വന്ന ആള്, വസദ്ദഖ ബിഹി, അയാളെ നേരാക്കുകയും ചെയ്ത ആളുകൾ, ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരെ മുത്തഖീങ്ങളാകുന്നു. സത്യപ്രസ്ഥാനവുമായി വന്ന നിമിത്തങ്ങളും നിമിത്തങ്ങളെ അംഗീകരിക്കുന്ന ആളുകളും ഉലൈക ഹുമുൽ മുത്തഖൂൻ, അവർ മുത്തഖീങ്ങളാകുന്നു. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിന്റെ സവിധത്തിൽ, അവരുടെ രക്ഷിതാവിന്റെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവർക്കുണ്ട് എന്ന് സൂറത്തു സുമറിൽ പറയുകയാണ്. നിമിത്തങ്ങളും നിമിത്തങ്ങൾ അംഗീകരിക്കുന്ന ആളുകളും മുത്തഖീങ്ങളാണ്. അവർക്ക് റബ്ബിന്റെ അടുക്കൽ അവർ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന്. ഇൻദ റബ്ബിഹിം എന്ന വാക്കിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിറുകൾ പറയുന്നു, ആലമുൽ ബർസഖാണത്.
ദുനിയാവിൽ നിന്ന് മരണാനന്തര ലോകത്തിന് നീങ്ങിയിട്ടുണ്ടെങ്കിലും അവിടെ നബിതങ്ങൾ ഉദ്ദേശിക്കുന്ന നബിതങ്ങൾക്കുണ്ട്. അപ്പോ ഒരടിമ നബിയുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ വിശ്രമിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച് അറിഞ്ഞു വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപെടാൻ അധികാരം അല്ലാഹു തആല കൊടുക്കും എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. എത്രയോ നമുക്കൊരു വിഷമം സംഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താല്പര്യമില്ല. ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തുൽ തൗബയുടെ അവസാനത്തെ വചനങ്ങൾ അത് വിശദമായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുകയാണ്. നമ്മുടെ വിഷമം നബിക്ക് താല്പര്യമില്ല, നമ്മുടെ ഇടങ്ങേറ് നബിതങ്ങൾക്ക് താല്പര്യമില്ല. ഉമ്മത്തി എന്നല്ല എപ്പോഴും മരണസമയം വഫാത്തിന്റെ സമയത്ത് ഉമ്മത്തി ഉമ്മത്തി മഹ്ശറയിൽ വെച്ച് ഉമ്മത്തി ഉമ്മത്തി എന്റെ സംവിധാനം. എല്ലാവരും നഫ്സി 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 എന്ന് പറയുമ്പോൾ അമ്പിയാക്കളൊക്കെ എനിക്ക് എന്റെ കാര്യം തന്നെ വലുതെന്നല്ല എല്ലാവരും പറയും. എനിക്ക് എന്റെ കാര്യം വലുതാണ് എന്ന് എല്ലാ അമ്പിയാക്കന്മാരും ആളുകളും പറയുമ്പോൾ ഉമ്മത്തി എന്ന് പറയുന്ന ഒരു നേതാവ് സിറാത്ത് പാലത്തിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് ഉമ്മത്തി എന്ന് പറയും. എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം ഇടിമിന്റെ വേഗത്തിൽ മറികടന്ന് സ്വർഗ്ഗലോകത്തേക്ക് എത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ദുഹയിൽ അല്ലാഹു പറയുന്നു വലസൗഫ യുതീക റബ്ബുക ഫതർദാ. നബിയെ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ തൃപ്തി അടയുകയും ചെയ്യുന്നതാണ്. വലസൗഫ യുതീക റബ്ബുക, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് നൽകും, ഫതർദാ, നിങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുമെന്ന് ഖുർആൻ പറഞ്ഞു. എന്റെ സമുദായത്തിൽ ഒരാൾ നരകത്ത് കിടന്ന എനിക്ക് തൃപ്തിയാവില്ല എന്ന് പറഞ്ഞു. നബിയെ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ തൃപ്തിപ്പെടുകയും ചെയ്യുമെന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാൾ നരകത്തിലുണ്ടെങ്കിൽ എനിക്ക് തൃപ്തി വരികയില്ലല്ലോ, എനിക്ക് സംതൃപ്തി വരികയില്ലല്ലോ എന്ന് പറഞ്ഞ നിമിത്തങ്ങൾ ഉമ്മത്ത് ഇവിടെ റബീഉൽ അവ്വൽ 12-ന്റെ അന്ന് രാത്രി കള്ളു കുടിച്ച ആൾക്കാർ നമ്മുടെ മുകളത്തൊരുണ്ട്. മുസ്ലിം കുടുംബത്തിൽപ്പെട്ട ആളുകൾ അത് നിശ്ചയിക്കാൻ കഴിയുമോ? നിശ്ചയിക്കാൻ നിങ്ങൾ നിശ്ചയിച്ചാൽ ഞാനത് തിരുത്തും. ഉമ്മത്ത് എവിടെ? എവിടെയാണ് ഉമ്മത്ത്? ഉമ്മത്തിൽപ്പെട്ട ഒരാൾ നരകത്തിൽ കിടക്കുന്നത് ഉണ്ടെങ്കിൽ എനിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നിനും ഒരു ശൈലിയില്ലേ, ഓരോന്നിനും ഒരു ചേലില്ലേ, ഒരു രീതിയില്ലേ. ഗൗരവതരമായ വിഷയങ്ങൾ നടക്കുന്നു, ഓരോന്നിനും ഒരു ശൈലിയും രീതിയും ഉണ്ടല്ലോ. മദ്യപിക്കുന്നതിനും ഒരു രീതിയില്ലേ, മദ്യപിക്കുന്നതിനും ശൈലിയില്ലേ. ലോകാനുഗ്രഹയുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വലിന്റെ ഈ ഉമ്മത്തിൽപ്പെട്ടവരെ നരകത്തിൽ കിടക്കുന്നത് ഞാൻ കണ്ണീരോടെ കാണുമെന്ന് പറഞ്ഞ ലോകത്തിൽ നേതാവിനെ കബളിപ്പിച്ച് അപമാനപ്പെടുത്തിയിട്ട് ഹറാമാകുന്ന മദ്യപാനത്തിലേക്ക് നീങ്ങുന്ന സമുദായത്തിന്റെ ഒഴുക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകും. എന്ത് പറയാൻ, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഖൈർ നൽകട്ടെ, ഉമ്മത്തിന് സലാമത്ത് നൽകട്ടെ. ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയോ പ്രയാസപ്പെടുത്താൻ വേണ്ടിയോ പറഞ്ഞതല്ല. കാര്യത്തിന്റെ കടപ്പുകൾ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഉമ്മത്തിന് വരുന്ന പ്രയാസങ്ങൾ അത് അംഗീകരിക്കാനും ക്ഷമിക്കാനും കഴിയുകയില്ല എന്നതാവുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല സംരക്ഷണം കൊടുത്ത് മറ്റുള്ളവർക്ക് സംരക്ഷണം വാങ്ങിക്കൊടുത്ത് നമുക്ക് കിട്ടും, ദുനിയാവിലും കിട്ടും, നമുക്ക് ജീവിതകാലം മുഴുവനും കിട്ടും. പക്ഷെ അതിലേക്ക് നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ വളരണം എന്ന് മാത്രം. എങ്കിലും എത്രയോ വിഷയങ്ങൾ ഇമാം ബുസ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇമാം ബുസ്രി തങ്ങളുടെ ദർജകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവരോടൊന്നും ജന്നാത്തുൽ ഫിർദൗസിൽ സംബന്ധിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കാന്റീനിലെ ചെമ്പലേക്ക് പറഞ്ഞൊരു 10,000 രൂപയും സോളാറിലേക്ക് പറഞ്ഞൊരു 5,000 രൂപയും സംഭാവനയായി ഏൽപ്പിച്ചിട്ടുണ്ട്. സർവശക്തനായ അല്ലാഹു അദ്ദേഹത്തിന്റെ സംഭാവന സ്വീകരിക്കട്ടെ, മതിയായ പ്രതിഫലം നൽകട്ടെ. കുടുംബത്തിൽ മരിച്ചവർക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അല്ലാഹു അദ്ദേഹത്തിന്റെ ഭാര്യ മക്കളിൽ ഏർപ്പാടുകളിലൊക്കെ ബറക്കത്തും റാഹത്തും സന്തോഷവും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആ പ്രായമത്യ കുട്ടിക്ക് അല്ലാഹു തആല കുടുംബജീവിതത്തിന്റെ ഭാഗ്യം നൽകട്ടെ. കല്യാണത്തിനുള്ള തടസ്സങ്ങളൊക്കെ അല്ലാഹു തആല നീക്കിക്കൊണ്ട് സമാധാനവും സന്തോഷമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ ഊരവേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു സഹോദരൻ മകന് പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് 10,000 രൂപ സോളാറിലേക്ക് സംഭാവന നൽകിയിരിക്കുന്നു. സർവശക്തനായ അല്ലാഹു സംഭാവന സ്വീകരിക്കട്ടെ.
മകന്റെ ആ വേദനകൾക്ക് അല്ലാഹു തആല ശമനം നൽകട്ടെ. ഒരു സർജറിയും ഇല്ലാതെ തന്നെ അത് സുഖമായി എന്ന് പറയുന്നത് കേൾക്കാനുള്ള ഭാഗ്യം അല്ലാഹു തആല നമുക്ക് നൽകട്ടെ. എല്ലാ വേദനകളും പ്രയാസങ്ങളും നീക്കിയിട്ട് അല്ലാഹു തആല മഹീഷത്തിന്റെ മേഖലകളിലൊക്കെ പുരോഗതിയും റാഹത്തും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ കാന്റീനിലേക്ക് മുമ്പ് അംഗത്വം ചെയ്ത സംഖ്യയിൽ ബാക്കി വരുന്ന 1000 പിന്നെ വേറൊരു 1000 രൂപയും താനും തന്നെ മാറി ഉംറക്ക് പോകാൻ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് സംഭാവന നൽകിയിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സംഭാവന സ്വീകരിക്കട്ടെ. അവരുദ്ദേശിക്കുന്നിടത്ത് ചെന്ന അമലുകളൊക്കെ ചെയ്ത് സമാധാനപരമായി സുരക്ഷിതമായി നാട്ടിലേക്ക് വരാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ. ആഫിയത്തുള്ള ആയുസ് നൽകി അല്ലാഹു തആല അവർക്ക് ഖൈറിന്റെ വഴികൾ ബദ്ധമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്യണം. അതുപോലെ ഒരുപാട് ആളുകൾ കുഞ്ഞാപ്പൂവിന്റെ കുട്ടി വെന്റിലേറ്ററിൽ നിന്നും ഇന്നലെ മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും മാറ്റിയിരുന്നു. പക്ഷേ ആ പരീക്ഷണം പരാജയപ്പെട്ടിരിക്കുകയാണ്. വീണ്ടും വെന്റിലേറ്ററിൽ തന്നെ മാറ്റി ആ അവസ്ഥ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു കുട്ടിക്ക് ഒരു ഖൈറുണ്ടാവും. ആ ഖൈറിലേക്ക് അല്ലാഹു എളുപ്പത്തിൽ എത്തിച്ചു കൊടുക്കട്ടെ. ഖൈർ അല്ലാഹു തആലക്ക് അറിയാലോ, അതിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. സലാമത്തും സുഹൃത്തും നൽകട്ടെ. ഷിഫ ഉണ്ടെങ്കിൽ ആജിലായ ഷിഫ ആ കുട്ടിക്ക് അല്ലാഹു തആല പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുപോലെ ചക്കുന്നുട് അലിയുടെ അളിയൻ സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്, പ്രത്യേക ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഷിഫയും സലാമത്തൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെയുള്ള രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. കുടുംബത്തിന് സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ-ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, മജ്‌ലിസിനെ സ്വീകരിക്കണേ അല്ലാഹ്. ശരീരത്തിലും ആരോഗ്യത്തിലും വീട്ടിലും സമ്പാദ്യത്തിലും കുടുംബങ്ങളിലും മക്കളിലും വാഹനത്തിലും യാത്രയിലും മനുഷ്യത്തിന്റെ മേഖലകളിലും ഭക്ഷണത്തിലും കുടിവെള്ളത്തിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നു റഹ്മാനെ, ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. സഹായം നൽകണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നീയുമായി ബന്ധപ്പെട്ട ഖിദ്മത്തുകളും പ്രവർത്തനങ്ങളും പള്ളിയും ജുമയും ജമാഅത്തും നിസ്കാരവും ഒന്നും മുടങ്ങുന്ന ഒരു പരീക്ഷണങ്ങളും മുസീബത്തുകളും ഞങ്ങൾക്ക് ഒരാൾക്കും നൽകല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ശുക്ർ ചെയ്യുന്ന ഖൽബ് മരണം വരെ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ക്ഷമിക്കുന്ന ശരീരം നൽകണേ അല്ലാഹ്. ഈമാനിനും ഇൽമിനും ദീനിനും സഹായകമാകുന്ന ഗുണകരമാകുന്ന കുടുംബങ്ങളെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെയും ദുആ ചെയ്യാൻ പറയുന്നവരുടെയും സംഭാവനകൾ നൽകി സഹായിച്ചു കൊണ്ടിരിക്കുന്നവർ നല്ല മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ലാഹ്. അവരിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറുകൾക്ക് നീ പ്രകാശം നൽകണേ അല്ലാഹ്. മക്കളിലൂടെ, ഭാര്യമാരിലൂടെ, കുടുംബങ്ങളിലൂടെ എന്തൊക്കെ ഖൈറായ കാര്യങ്ങൾ അവർ ഉദ്ദേശിക്കുന്നുണ്ട് എല്ലാം നീ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. നല്ല നല്ല മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. വിദേശത്ത് പോയ ആളുകളുണ്ട്, ശരിയായ ജോലിക്ക് അവസരം നൽകണം അല്ലാഹ്. നല്ല ജോലിക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉള്ള ജോലിയിലും വരുമാനത്തിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. വിദേശത്തുള്ള മക്കളുമായി ബന്ധപ്പെട്ട് ജോലി സംബന്ധമായി നാട്ടിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷമങ്ങളുണ്ടോ എല്ലാ വിഷമങ്ങളും അറിയുന്ന റബ്ബേ തീർത്തു കൊടുക്കണേ അല്ലാഹ്. തീർത്തു കൊടുക്കണേ അല്ലാഹ്. സലാമത്ത് നൽകണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും മാറി എന്ന് പറയുന്ന സന്തോഷകരമായ ഒരവസ്ഥ അവരുടെ ചെവികളിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ സന്തോഷകരം നിങ്ങളോട് പങ്കിടുന്ന സാഹചര്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പടങ്ങുകളും നിയമപരമായ കൊടുക്കുകളും ഒക്കെ നീക്കിയിട്ട് ബന്ധപ്പെട്ടവരുടെ കൽവിൽ അവരോടുള്ള അനുകമ്പ
എല്ലാവരുടെയും സ്നേഹവും വിട്ടുകൊടുക്കണേയുള്ള കാരുണ്യം നിക്ഷേപിക്കണേയുള്ള പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങളെ തൊട്ട് പ്രവാസി സുഹൃത്തുക്കളെ ഞങ്ങളെയും നീ കാത്തിരക്ഷിക്കണേയുള്ള നാട്ടിലും നാടിന്റെ പുറത്തും കച്ചവടം ചെയ്യുന്ന ആളുകൾ, ബിസിനസ്സുകളിലും ഏർപ്പാടുകളിൽ മുഴുകുന്ന ആളുകൾ എല്ലാവർക്കും നീ ഹൈറും ബർക്കത്തും ഫതഹും നൽകണേയുള്ള. ഇവിടെ സംബന്ധിച്ചവർക്ക് ചായക്കും കടിക്കും സാമ്പത്തിക സഹായം നൽകുന്നവർ അല്ലാഹുവേ അവരുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചവർക്ക് ഇതിന്റെ മിഥില തമാമൻ എത്തിച്ചു കൊടുക്കണേയുള്ള. റഹ്മത്തും നൽകണേയുള്ള. ഖബറുകളിൽ സന്തോഷം നൽകണേയുള്ള. ഹസനാത്തുകൾ സ്വീകരിക്കണേയുള്ള. ആലമുൽ ബർസഖിൽ ഇതിന്റെ ബർക്കത്ത് കൊണ്ട് നീ പൊരുത്തം നൽകണമല്ല. സഹായം നൽകുന്ന വ്യക്തികൾക്ക് കുടുംബങ്ങൾക്ക് ഹൈറും ബർക്കത്തും നൽകണേയുള്ള. നല്ല മുറാദുകൾ വെട്ടിക്കൊടുക്കണേയുള്ള. അല്ലാഹുവയുടെ നേർ മുസീബത്തുകളിൽ നിന്ന് അവരെയും ഞങ്ങളെയും കാത്ത് രക്ഷിക്കണേയുള്ള. മജ്ലിസിന്റെ മിഥിലതവാമി പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബറാളികൾക്ക് മുഴുവനും എത്തിച്ചു കൊടുക്കണേയുള്ള. അവർക്ക് സ്വർഗം നൽകണേയുള്ള. ഞങ്ങളോട് ബന്ധമുള്ളവരും അല്ലാത്തവരും മോമിനികൾ ഏതൊക്കെ മക്ബറകളിലുണ്ടോ എല്ലാവർക്കും നീ സ്വർഗം നൽകണേയുള്ള. ഞങ്ങളിലും കുടുംബങ്ങളിലും ദുആ ചെയ്യാൻ പറഞ്ഞവരിലും ഹോസ്പിറ്റലുകളിലും അല്ലാഹുവേ മഹല്ലത്തിലും കുടുംബങ്ങളിലും വീട്ടിലും ഒരുപാട് രോഗികളുണ്ട്. ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്, സലാമത്ത് നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് അപകട മരണങ്ങൾ മാറാവ്യാധികൾ അവരെയും ഞങ്ങളെയും നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. വലിയ വലിയ സംഖ്യകൾ മുടക്കി ചികിത്സിക്കേണ്ട, ചികിത്സിച്ചിട്ടും ഒരു ഫലവുമില്ലാതെ പരിചരിക്കുന്നവരെ ഇടങ്ങേറാവുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. മൂക്കിലും ട്യൂബ്, വായിലും ട്യൂബ്, കലിമ ചൊല്ലാൻ പോലും കഴിയാത്ത രോഗങ്ങളൊന്നും നൽകല്ലേ അല്ലാഹ്. അത്തരം രോഗങ്ങളും പ്രതിസന്ധികളും ഞങ്ങൾക്കോ മാതാപിതാക്കൾക്കോ ഭാര്യ മക്കൾക്കോ ഉസ്താദന്മാർക്കോ ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഭക്ഷണം തന്നവർ, തന്നുകൊണ്ടിരിക്കുന്നവർ ആർക്കെങ്കിലും നീ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ തട്ടിക്കളയണേ അല്ലാഹ്, തട്ടിക്കളയണേ അല്ലാഹ്. ഖൈറിന്റെ വഴികൾ ഫതഹാക്കി തരണേ അല്ലാഹ്. നബിയുടെ ശഫാഅത്തുൽ ഉമ്മയിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്, ഞങ്ങളെ പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവിന്റെ ശറഫാക്കപ്പെട്ട കൈകളെ കൊണ്ട് ഹൗദുൽ കൗസർ കുടിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾക്ക് ഉസ്താദന്മാർക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.